ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പുതിയൊരു എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്യാം. അതിനായിട്ട് ഞാൻ മൾട്ടി കളർ നൂലാണ് എടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് എംബ്രോയ്ഡറി ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇങ്ങനെ ഡബിൾ കളർ നൂല്, അങ്ങനത്തെ ഒരു നൂലാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഞാൻ ഗോൾഡൻ കളർ ഹാഫ് ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ചെറുതായിട്ട് ഒരു പെൻ കൊണ്ട് ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ആദ്യം ഒരെണ്ണം, പിന്നെ ഇതൊരു ഫ്ലവർ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഫ്ലവർ ഷേപ്പിൽ എംബ്രോയ്ഡറി വർക്ക്, പക്ഷേ അത് ലാസ്റ്റ് ഒരു മീനിൻ്റെ ഷേപ്പിൽ വരും. നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു സൈഡിൽ കെട്ടിട്ട് കോർത്തെടുത്തിട്ട് നമ്മൾ ആ കുത്തിയെടുത്ത ഭാഗത്തുനിന്ന് തന്നെ തിരിച്ച് ഒരു സൈഡിലോട്ട് കുത്തുക. കുത്തിയിട്ട് ഇതൊരു ഇങ്ങനെ ഫ്ലവറിൻ്റെ പെറ്റൽ പോലെ ഇങ്ങനെ വളച്ചെടുക്കുക. എന്നിട്ടിത് തിരിച്ചു കുത്തണം. ഒരു പെറ്റലായി. അതുപോലെ തന്നെ ബാക്കി സൈഡിലോട്ടും ഇങ്ങനെ തന്നെ സെയിം രീതിയിൽ ചെയ്തെടുക്കാം. പിന്നെ എല്ലാ സൈഡിലോട്ടും ഇതേ സെയിം രീതിയിൽ ചെയ്തെടുക്കുക. ചെയ്തിട്ട് അത് താഴോട്ട് കുത്തുക. അപ്പോൾ അത് ലോക്കായി വരും. ഇതുപോലെ തന്നെ ഈ സെയിം രീതിയിൽ അടുത്തത് എന്ന് പറഞ്ഞാൽ 3 ഫ്ലവർ ഇതുപോലെ ചെയ്യണം. അടുത്ത കുറച്ചുകൂടെ താഴോട്ട് 3, അത് കഴിഞ്ഞ് 4, പിന്നെ താഴോട്ട് വരുമ്പോൾ പിന്നെ ചെറുതായി വരും. അതായത് 3, പിന്നെ 2, പിന്നെ 1, അങ്ങനെ താഴോട്ട് വരും. ഇങ്ങനെ ലാസ്റ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു മീനിൻ്റെ ഷേപ്പിൽ വരും. അത് അടുത്ത ഒരു ഇതുകൂടെ ചെയ്ത് കാണിക്കാം. എല്ലാം സെയിം രീതിയിൽ തന്നെയാണ്, പക്ഷേ ആ ഒരു എണ്ണം കൂട്ടിയും കുറച്ചും വരുന്നതെന്ന് മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ. ഈ രണ്ടാമത്തെ ഈ ലൈനിൽ 3 ഫ്ലവർ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഫുൾ ലെയർ ഇത് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. സ്റ്റിച്ച് ചെയ്ത ആ പാറ്റേൺ ഞാനൊന്ന് പറയാം. ഇത് മുകളിലായിട്ട് ഒരു ഫ്ലവർ, അതിന് താഴെയായിട്ട് 2 എണ്ണം, അത് കഴിഞ്ഞ് 3, അത് കഴിഞ്ഞ് അതിൽ ഒരല്പം കൂടെ വലിപ്പം കുറച്ചിട്ട് 3, പിന്നെ 2, ഏറ്റവും ലാസ്റ്റ് 1 വീതം. അങ്ങനെയാണിത് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൽ ബീഡ്സ് വർക്ക് കൂടെ ചെയ്യാം. ഗോൾഡൻ കളർ ഹാഫ് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം മിഡിലായിട്ട് ഒരു
ഗോൾഡൻ കളറ് ഹാഫ് ബീഡ്സ് കൊടുക്കുക. എല്ലാത്തിലും ഗോൾഡൻ കളറ് ഹാഫ് ബീഡ്സ് കൊടുത്തു. അപ്പോൾ ഇത് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് ഈ വൈറ്റ് മാർക്സ് എല്ലാം കാണാതെ നല്ല നീറ്റായിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.